കേരളത്തിൽ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ സജീവമായി മുന്നോട്ടു പോകുന്നു. ഈ യജ്ഞത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോമുകളുടെ സ്വീകരണവും ഡിജിറ്റൈസേഷനും സംസ്ഥാനത്തുടനീളം പുരോഗമിക്കുകയാണ്. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉൾപ്പെടെയുള്ള അധികൃതർ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും എല്ലാ വോട്ടർമാരും അവരുടെ എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് ബൂത്ത് ലെവൽ ഓഫീസർക്ക് കൈമാറണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. 18 വയസ്സു തികഞ്ഞ എല്ലാ പൗരന്മാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും നിലവിലുള്ള വോട്ടർമാരുടെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനും ഈ പ്രക്രിയ നിർണായകമാണ്. വോട്ടർമാർ ഈ അവസരം ഉപയോഗിച്ച് വിവരങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ രേഖപ്പെടുത്തിയ ഫോമുകൾ കൃത്യസമയത്ത് BLOയെ ഏൽപ്പിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥനയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ജില്ലയിൽ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ സന്ദർശനം നടത്തിയിട്ട് എന്യൂമറേഷൻ ഫോമുകൾ ഡിസ്ട്രിബ്യൂഷൻ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഈ ഒരു കാലയളവ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും മികച്ച ഒരു സപ്പോർട്ടാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ലഭ്യമായത്. പൂരിപ്പിച്ച ഫോമുകളുടെ സ്വീകരണവും ആരംഭിച്ചിട്ടുള്ളതാണ്. ബൂത്ത് ലെവൽ ഓഫീസർമാർ ഗൃഹസന്ദർശനം നടത്തിയും പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചുമാണ് പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോമുകൾ കളക്ട് ചെയ്യുന്നത്. ഇതിനും ജനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സപ്പോർട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്യൂമറേഷൻ ഫോമുകൾ തിരിച്ചു നൽകിയ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കരട് വോട്ടർ പട്ടിക ഡിസംബർ 9 പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഡിസംബർ 9 പബ്ലിഷ് ചെയ്യുന്ന കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും ജനുവരി 1, 2026 18 വയസ്സ് തികഞ്ഞവർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായിട്ട് ഫോം 6 അപേക്ഷിക്കാവുന്നതാണ്. ഡിസംബർ 9 ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരു മാസം ഒബ്ജക്ഷൻസിനും കറക്ഷൻസിനും അവസരമുണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം ഫെബ്രുവരി 7, 2026 ഫൈനലായിട്ടുള്ള വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ എല്ലാവരും എല്ലാവിധ സഹകരണങ്ങളും ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.